ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദർശ് ടെൻഷൻ കൂടുമ്പോഴത്തേന് കിരണിനെ വിളിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ തിരക്കിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ കാണുകയാണ്. ഒരു ബീച്ചിൻ്റെ അവിടെ വെച്ചാണ് കാണുന്നത്. അപ്പോൾ ആദർശ് എല്ലാ കാര്യങ്ങളും കിരണിനോട് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയും, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് നിൻ്റെ ചെവിക്കല്ല് തീർത്തൊരെണ്ണം തരാനാ തോന്നുന്നൊക്കെ പറയും. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ പെൺകുട്ടിയെ ആദ്യമായിട്ട് കാണുകയാണ്, എനിക്കറിയത്തേ ഇല്ല, ആ ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല എന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ കിരൺ പറയും, അതൊന്നുമല്ല കാര്യം, നീ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നയനയോട് പറയേണ്ടതല്ലായിരുന്നോ? എൻ്റെ കല്യാണിയെ പോലെ തന്നെയാണ് നയന, ഒരു കാര്യങ്ങളും നമ്മളെ അവിശ്വസിക്കത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാമെന്നൊക്കെ പറയും. അന്നേരത്തേന് കിരൺ പറയുന്നുണ്ട്, അവൾ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, കിരണിന് കല്യാണിക്ക് ജീവിതം കൊടുത്ത പോലെ അല്ലല്ലോ ഞാൻ നയനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, നയൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങളുടെ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ പറയും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നീ ഈ കാര്യങ്ങളെല്ലാം നയനയോട് പറയുക തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കിരൺ. അന്നേരം പറയും, എന്തെങ്കിലും ഡൗട്ട് അവൾക്ക് തോന്നുകയാണെങ്കിൽ നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാനും കല്യാണിയും കൂടെ വന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്നൊക്കെ പറയും. എന്നാൽ ശരിയടാ, ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് ആദർശ്. പിന്നീട് കാണിക്കുന്നത് നയനയും ചന്തുമോളും കൂടി ഇരുന്ന് കളിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി അങ്ങോട്ട് വന്ന് അവരുടെ കൂട്ടത്തിൽ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നയനയ്ക്ക് നവിയുടെ കോള് വരുന്നുണ്ട്. എന്താടി നീ ഇങ്ങോട്ടൊന്നും വിളിക്കാത്ത, നീ ഇങ്ങോട്ടൊന്നും വരുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ നവിയ പരിഭവം പറയുന്നുണ്ട്. അപ്പം നയന ചേച്ചി കുഞ്ഞിനെയൊക്കെ നോക്കി തിരക്കിലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞെന്നൊക്കെ പറയും. ആ സമയത്ത് ചന്തുമോളുടെ ചിരിക്കുന്ന ഒച്ചയാണ് നവിയ കേൾക്കുന്നുണ്ടെന്ന് ചോദിക്കും, ഏതാടി അവിടെ ഒരു കുട്ടിയെന്ന്? അത് ആദർശേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയെന്ന് പറയും. നീ കള്ളമൊന്നും പറയണ്ട, അവിടെ ഒരു കുട്ടിയെ മുത്തശ്ശൻ കൊണ്ടുവന്നെന്നുള്ള കാര്യം അഭി എന്നോട് പറഞ്ഞായിരുന്നു പറയും. ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നയന. എന്നിട്ട് പറയും, ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരുന്നതിന് മുമ്പ് വേറൊരു കുട്ടിയെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ നവിയെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയും, അതൊക്കെ മുത്തശ്ശൻ തീരുമാനിച്ചതാണ്, നമ്മൾ അതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നയന പറയും. എന്നാൽ നീ ഇങ്ങോട്ടൊന്ന് വാ, എത്ര ദിവസമായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടെന്ന് നയനയോട് പറയുമ്പോൾ നയന പറയും, ഞാൻ വന്നേക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, നവിയെ അറിഞ്ഞോ ഇവിടെ ചന്തുമോൾ വന്ന കാര്യമെന്ന്? അതെ, അഭി അവളോട് പറഞ്ഞായിരുന്നു പറയും. എന്തായാലും ഇതുപോലൊക്കെ ഒരു കാര്യം ഈ വീട്ടിൽ രഹസ്യമായിട്ടിരിക്കത്തില്ല, ജലജയും അഭിയും കൂടെ എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. ആ സമയത്ത് ആദർശ് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ആദർശ് വരുന്നുടനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഈ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നേ? ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ വല്ല ഹോസ്പിറ്റലിലും ആകുകയില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് എന്ന പറയും, പിന്നെ കഴിഞ്ഞ ദിവസം BP കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ വന്നേ, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നീ തുറന്നു പറ, മോളോടെങ്കിലും പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. ഉടനെ ആദർശ് പറയും, ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള എന്ത് കാര്യങ്ങളും ഞാൻ പറയാൻ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരത്തേന് നയന പറയും, അതിന് ഇതിങ്ങനെ മനസ്സിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയും. അന്നേരം മോള് എന്നാണേലും അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കയറിപ്പോവുകയാണ്. അപ്പം നയനയും പുറകെ ചെല്ലുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ചന്തുമോൾ ഇങ്ങനെ വരണ്ടിരിക്കുകയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, മോള് പേടിക്കൊന്നും വേണ്ട, നയനാമ്മ പാവമല്ലേ, അതുപോലെ തന്നെ ആദർശ് അങ്കിളും പാവമാണ് കേട്ടോ, സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്നേഹിക്കും, പിന്നെ അങ്കിളെന്നുള്ള വിളി മാറ്റിയിട്ട് അച്ഛൻ എന്നൊക്കെ വിളിച്ചോളാൻ പറയുന്നുണ്ട്. അന്നേരത്തേന് കുഞ്ഞു പറയും, വേണ്ട എനിക്ക് പേടിയാണ്, അതൊന്നും പേടിക്കണ്ട കേട്ടോ, എല്ലാവരും പാവമാ, എല്ലാവരും മോളെ സ്നേഹത്തോടെ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആദർശ് റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് നയനോട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിക്കും എന്നൊക്കെ പറയും. അന്നേരത്തേനുണ്ട് നയന പറയും, എന്ത് പറ്റിയതാ, ഹൃദയത്തിന് ഒരു കുഴപ്പമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞെന്നൊക്കെ പറയും. അങ്ങനല്ല, എൻ്റെ മനസ്സിൽ ആണ് പ്രശ്നം എന്നൊക്കെ പറയും. പിന്നെ ഒരു കാര്യം, ഞാനിതെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ നീ എൻ്റെ ഒപ്പം നിൽക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദർശേട്ടൻ ഇത് പറയുന്നവരെ എനിക്ക് പ്രഷറായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് പോവുകയാണ്. ഇവരും ചെന്ന് ബീച്ചിലാണ് നിൽക്കുന്നത്. അപ്പം ബീച്ചിൽ വെച്ച് ആദർശ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആനഖയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ആദർശയും ആനഖയും കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടതുമൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴത്തേന് നയന അങ്ങ് ആകെ ഷോക്കിലാകുകയാണ്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് നയന. അന്നേരം ആദർശ് എന്ന് നയനയോട് പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് അനഘയെ അറിയത്തില്ല, ഞാൻ കല്യാണത്തിന് മുമ്പ് പോലും ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടില്ല നയനെ, അതുകൊണ്ട് എനിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ആദർശേട്ടൻ്റെ ഫോട്ടോ അവിടെ വന്നെന്ന്? അതെനിക്കറിയത്തില്ല, ആരോ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ നയനയോട് ആദർശ് പറയുന്നുണ്ട്. നയന അന്നേരം പെട്ടെന്ന് ആദർശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആദർശേട്ടനെ ഒരു വിശ്വാസക്കുറവില്ല, എനിക്ക് എൻ്റെ ആദർശേട്ടനെ അറിയാം, മുത്തശ്ശൻ ആദർശേട്ടനെ അവിശ്വസിച്ചില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വിശ്വസിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾക്ക് ഒരു തെറ്റും സംഭവിക്കില്ലെന്ന്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും
എന്നോട് നേരത്തെ തുറന്ന് പറയാത്തതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടവും ദേഷ്യവും. അതുകൊണ്ട് ഇനി പറയാനുള്ളത് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ സമ്മതിച്ചതല്ലായിരുന്നോ ഇനി ഒരു കാര്യങ്ങൾ ഇതുപോലെ പരസ്പരം പറയാതിരിക്കില്ലെന്ന്. എന്നിട്ട് അത് തെറ്റിച്ചില്ലേ ആദർശേട്ടൻ എന്നൊക്കെ പറയും. ഞാൻ അങ്ങ് ആകെ ടെൻഷനിലായിരുന്നു. ഇത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയാതിരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് പറയാതിരുന്നതിനെന്നൊക്കെ പറയും. എന്തായാലും ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനെ ഫേസ് തന്നെ ചെയ്യുമെന്നൊക്കെ നയന പറയുമ്പോഴത്തേന് ആദർശ് പറയും, നീ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്കൊന്നും പേടിക്കാനില്ല. കാരണം ഞാൻ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. എന്നിട്ട് കിരണിനെ വിളിക്കുന്നുണ്ട്. അപ്പം പിന്നെ കിരണുമായിട്ട് ഇവരെല്ലാം റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കിരൺ പറയും, നീ ഇത് നേരത്തെ നയനോട് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പം നയനയും പറയുന്നുണ്ട്, എന്തിനെ ആദർശേട്ടൻ ഇത് മനസ്സിലിട്ട് വെച്ചുകൊണ്ടിരുന്നത്? ഇതെന്നോട് നേരത്തെ പറയാനുള്ള കാര്യമില്ലേ ഉള്ളായിരുന്നു എന്നൊക്കെ പറയും. പിന്നെ അഭിയാണെങ്കിൽ ആ സമയത്ത് ഇതെല്ലാം ഏറ്റോളാവെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അച്ഛൻ അവനാണെന്ന് ഏറ്റോളാവെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയും. പിന്നെ ആ കുട്ടി മരണമൊഴി പോലെ അന്ന് പറഞ്ഞതാണ് മുത്തശ്ശനോട്, മുത്തശ്ശൻ്റെ കൊച്ചുമകനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന്. അപ്പോൾ പിന്നെ അത് അനിയാകാൻ വഴിയില്ല, ഞാനുമല്ല, പിന്നെ ഉള്ളത് ആ കള്ളനായ അഭിയാണ്. അപ്പോൾ അതെങ്ങനെയും തെളിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. അന്നേരം പറയും, എന്തായാലും അവൻ്റെ ഒരു മുടിയും കുഞ്ഞിൻ്റെ മുടിയും നിൻ്റെ മുടിയും കൂടെ ഒക്കെ കൊണ്ടുവന്നാൽ മതി, നമുക്കത് തെളിയിക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൈ കൊടുത്തത് ഞാൻ ശരിയാക്കാമെന്നൊക്കെ കിരണും പറയുന്നുണ്ട്. അന്നേരം നയന പറയും, ഇതിനിപ്പോൾ അതിൻ്റെ ഇതനുസരിച്ച് നടക്കട്ടെ എന്നൊക്കെ പറയും. അന്നേരം കിരൺ പറയും, പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ അവനത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരുവത്തിൽ ഒരുപാട് കാശൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പം കാശൊന്നും കൊടുക്കണ്ട ആദർശേട്ടൻ, നമുക്കിതെല്ലാം തെളിയിക്കാനുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാം. ചന്തുമോൾ ഇപ്പോൾ എന്നെ അന്വേഷിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയും. അന്നേരത്തേന് കിരൺ ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് അടുപ്പമായോ ചന്തുമോളോടൊന്ന്? അതെ, കുഞ്ഞെന്നെ നയനാമ്മ എന്നാണ് വിളിക്കുന്നത്. ഇനിയിപ്പം ആദർശേട്ടനെ അച്ചാന്ന് വിളിച്ചോട്ടെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ആദർശിന് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമൊന്നും തോന്നുന്നില്ല. എല്ലാ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ നയന പറയും. അപ്പം കിരൺ ചോദിക്കുന്നുണ്ട്, എടാ എല്ലാവരുമായിട്ട് ഇത്രയൊക്കെ അടുത്താണ് ആ കുഞ്ഞെങ്കിൽ പിന്നെ ഈ ടെസ്റ്റൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോയെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ആദർശ് ഇങ്ങനെ കിരണിനെ നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.